എടാ ടോണി, ആൾക്കാരുടെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളുണ്ടാവും. അതെല്ലാം മനസ്സിൽ ഒതുക്കി വെച്ച് പുറമെ ചിരിച്ചു കാണിക്കുന്നതല്ലേ യഥാർത്ഥ പോരാളി. തലക്കത്ത് അടിയിട്ടുണ്ട്. നിനക്ക് ആ പഴയ രാജാതിരാജയുടെ ഫേസ് കട്ട് ഉണ്ടെന്ന് പറഞ്ഞതിന്റെ ഇളക്കമാണ്. എങ്ങനെ സഞ്ജു? എനിക്കൊരു നല്ല ആളായിട്ടൊക്കെ തോന്നി, പക്ഷെ കുറച്ച് ഇമോഷണൽ ആണ്. നമുക്ക് നോക്കാം. അപ്പോ അടുത്ത പരിപാടിക്ക് കിടക്കല്ലേ? നമുക്ക് കാര്യം ചെയ്യാം. നമുക്ക് 2:30 അടിക്കാം. പുള്ളിക്കാരനെ വിളിക്കാം. ഞാൻ പോയി സാധനം സെറ്റാക്കട്ടെ. സോറി, നീ കഴിച്ചപ്പോ പെട്ടെന്ന് ഇമോഷണൽ ആയിപ്പോയി. അല്ല, ഇനി മീനേം ചിലപ്പോ അവൾക്ക് പരിചയമുണ്ടാവും. പെട്ടെന്ന് ഞാൻ ഉപ്പുപ്പാനെ ഓർത്തുപോയി. നദാശേന്റെ ഉപ്പൂപ്പ അല്ല, അല്ല, താഴെ ആരുടെ കാര്യം പറഞ്ഞോണ്ടിരുന്നേ? എന്റെ വീട്ടിൽ മീൻ കൊണ്ടുവന്നിരുന്നു ഉപ്പുപ്പ. നല്ല നെയ്മീനൊക്കെ കൊണ്ടുവരുമായിരുന്നു. ഓ, എന്നിട്ട് അയാൾ വന്നിട്ട് ബോംബെ പോയി ഡോണായി കാണും. ഉപ്പുപ്പല്ലേടാ, പോയ കോയമ്പത്തൂരെ കോതാണ്ടല്ലോ. ഞാനൊരു ദിവസം ഉപ്പുപ്പാന്റെ മീൻകൊട്ടേന്ന് ഐസ് എടുക്കാൻ നോക്കി. ഉപ്പുപ്പ എന്നെ വഴക്ക് പറഞ്ഞു. എന്നിട്ട് അതിന്റെ ദേഷ്യത്തിൽ അന്ന് ഞാൻ ഉപ്പുപ്പാന് ഒരു ഇഷ്ടിക വെച്ചെറിഞ്ഞു. അത് ഉപ്പുപ്പാന്റെ നെഞ്ചത്ത് കൊണ്ടു. ഉപ്പുപ്പ സൈക്കിളിൽ നിന്ന് താഴെ വീണു. അറിയോ? എന്നിട്ട് അന്നേരം ഉപ്പുപ്പ കുറെ കരഞ്ഞു അവിടെ കിടന്ന്. കുറെ കഴിഞ്ഞപ്പോ ആരൊക്കെയോ വന്ന് എടുത്തോണ്ട് പോയി. അവിടെ കുറെ പൂച്ചകളുണ്ട്. അവന്മാരാ മീനൊക്കെ കൊണ്ടുപോയി. ഇത് പ്രശ്നക്കാരിയാടാ. ആദ്യമേ ഞാൻ പച്ച മുളച്ച് പറഞ്ഞില്ലടാ, നിനക്ക് കല്ല് രാജാതിരാജ. റിലാക്സ്, അതൊന്നും ഇപ്പൊ ആലോചിക്കണ്ട. ഓ സോറി, ഞാൻ ഡ്രിങ്ക്സ് കുടിച്ചാൽ കുറച്ച് ഇമോഷണൽ ആവാറുണ്ട്. ഓക്കെ, ഇതൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ മീൻ ഉപ്പാക്കി. നെയ്മീൻ ഉപ്പാക്കി. മീൻ ഉപ്പ